നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് നിന്നും വന്നിട്ടുള്ള മുഹമ്മദും അതുപോലെ മുഹമ്മദിന്റെ ഫാദറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ മുഹമ്മദിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അതായത് ആൾ ഇതുവരെ ബ്രില്യൻ്റ് കണ്ടിട്ടില്ല, ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസിനെ ഒന്നും ആൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ മണ്ണിൽ നമ്മളുടെ മുഹമ്മദ് കാലി കുത്തുന്നത്. സോ നമുക്ക് മുഹമ്മദിനോട് ചോദിച്ചു നോക്കാം, എന്താണ്, വാട്ട് ഡു യു ഫീൽ, എന്താ ഇപ്പോൾ തോന്നുന്നേ? ക്യാമ്പസൊക്കെ നല്ല ഇതാണ്, ടീച്ചേഴ്സൊക്കെ ഹെൽപ്പിംഗ് ആണ്, സ്റ്റുഡൻസ് ഒക്കെ ഹാപ്പിയാണ്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ്. ബ്രില്യൻ്റ് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണില്ലേ, അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എന്ത് തോന്നി ആദ്യമായിട്ട് കണ്ടപ്പോൾ? ക്യാമ്പസൊക്കെ നല്ലൊരു വിചാരിച്ചതിനെക്കാട്ടി വലിയ ക്യാമ്പസാണ്, വളരെ നല്ല ഫെസിലിറ്റീസ്, നല്ല ഫങ്ഷൻസ് എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ്. അപ്പോൾ ഓൺലൈൻ പഠിക്കുമ്പോൾ വിചാരിച്ചിരുന്നോ ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുഹമ്മദിന് കിട്ടിയിട്ടുള്ള റാങ്കുകൾ എന്തൊക്കെയാ? മെയിൻസിൽ 3000 റാങ്ക് ഉണ്ട്, പിന്നെ അഡ്വാൻസിൽ 1600 അടുത്ത്. ഓക്കെ, അപ്പോൾ വളരെ മികച്ച ഒരു റാങ്കാണ് നമ്മുടെ മുഹമ്മദിനെ കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റുകളൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ല യൂസ്ഫുൾ ആയിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ല. അതുപോലെ ഫാക്കൽറ്റീസിനെയൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്ത് ഡൗട്ട് തോന്നിയാലും അപ്പം തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ നല്ല കോഴ്സ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മുഹമ്മദിന്റെ ഫാദർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാം. സാറിന്റെ പേര്? എൻ്റെ പേര് സലീൽ. സാർ എന്താ ചെയ്യുന്നത്? കോഴിക്കോട് NIT കാലിക്കറ്റ് ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ സാർ NIT കാലിക്കറ്റിലെ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ സാറിന്റെ മോനെ എന്തായാലും ഇത്തരം ഒരു വിജയം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ കൂടെ ബ്രില്യൻ്റ് ആണ് ഉള്ളത് അല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ റാങ്ക് ഒക്കെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പോൾ എവിടെയാണ് അഡ്മിഷൻ ഒക്കെ കിട്ടിയിട്ടുള്ളത്? IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വിചാരിച്ച ബ്രാഞ്ച് തന്നെയാണോ അതും വിചാരിച്ച IIT തന്നെയാണോ അഡ്മിഷനൊക്കെ കിട്ടിയത്? ഇതൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഫാദറിൻ്റെ മുഖത്താണെങ്കിലും മോൻ്റെ മുഖത്താണെങ്കിലും ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു പ്രൗഡും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പാരൻസിൻ്റെയും വിദ്യാർത്ഥികളുടെയും മുഖത്ത് ഈ ഒരു സന്തോഷം, ഈ ഒരു അഭിമാനം കാണണം എന്നാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ ഓരോ ആൾക്കാരും വിചാരിക്കുന്നത്. സോ മോന് ജീവിതത്തിൽ എല്ലാ ഉയരങ്ങളും ഉണ്ടാവട്ടെ, അതുപോലെ ഫ്യൂച്ചറിലേക്ക് വെരി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.